യുവത്വമുള്ള ചർമ്മം എന്നും നിലനിർത്താൻ വേണ്ടി, ചുളിവുകൾ വീഴാത്ത ചർമ്മത്തിന് വേണ്ടി, വരകളില്ലാത്ത ചർമ്മത്തിന് വേണ്ടി എല്ലാവരുടെയും ആഗ്രഹമാണ് അല്ലെ? വരൂ നമ്മൾക്ക് ഒന്നിച്ച് ഒരു 20 മിനിറ്റ് ഫേസ് ആന്റി ഏജിങ് ഓയിൽ മസാജ് ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഫേസിൽ ചുളിവുകളോ വരകളോ വീഴുകയില്ല. വരൂ ചെയ്ത് നോക്കാം. ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ സ്കിൻ കെയറിന് വേണ്ടി ഒരുപാട് ഫേസ് പാക്കുകളും ഫേസ് ക്രീമുകളും അല്ലെങ്കിൽ ഹെയർ കെയറും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇതിനേക്കാളൊക്കെ അപ്പുറത്ത് ആൻറ്റി ഏജിങ്ങിൽ, അതായത് ഏജിങ് പ്രോസസ്സ് നമ്മുടെ ശരീരത്തിൽ തുടങ്ങിക്കഴിയുമ്പോൾ നമ്മളുടെ സ്കിൻ ഡ്രൈ ആകുകയും ഡ്രൈ ആകുന്നത് കൊണ്ട് ഫൈൻ ലൈൻസ് വീഴുകയും ആ ഫൈൻ ലൈൻസ് കുറേശ്ശെ കാലക്രമത്തിൽ നമ്മുടെ മുഖത്തുള്ള ചുളിവുകളായിട്ട് മാറുകയും ചെയ്യും. ഇതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത് മസാജുകളാണ് അല്ലേ? ഈ മസാജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് നമ്മളുടെ ബോഡി മസാജ് പോലത്തെ മസാജാണ് നമ്മൾ മുഖത്ത് ചെയ്യേണ്ടതെന്ന്. മുഖത്ത് വളരെ സോഫ്റ്റ് ആയിട്ടൊരു പൂവിനെ നിങ്ങൾ എങ്ങനെ പിടിക്കുന്നോ അതേപോലെ ജെന്റിലായിട്ട് മാത്രമേ ഫേസ് മസാജുകൾ ചെയ്യാവുള്ളൂ. അപ്പോൾ നമ്മൾ കൈകൊണ്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഓവർ പ്രഷർ ആയിപ്പോകും. അതുകൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു മീഡിയേറ്റർ വെച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രഷറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓയിൽ മസാജ് ഫേസിൽ ചെയ്യുന്നത് വളരെ ബെനിഫിഷ്യലാണ്. ആഴ്ചയിൽ 2-3 ദിവസം, പറ്റുമെങ്കിൽ ദിവസവും ചെയ്താൽ വളരെ നല്ലതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കൈയിൻ്റെയും അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ആ ഒരു എക്യുപ്മെൻ്റെയും പ്രഷർ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഓയിൽ മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നിറയെ പേർക്കുമുണ്ട് ഓയിൽ മസാജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. ഓയിൽ മസാജ് ചെയ്താൽ പിമ്പിൾസ് വരുമോ എന്നൊരു സംശയമുണ്ട്. ഒരിക്കലും വരില്ല. നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളുടെ ഫേസിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും നമ്മളുടെ ഫേസിൽ എപ്പോഴും നമ്മളുടെ മനസ്സിലുള്ള ടെൻഷൻ്റെ നോട്ട്സ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. അതെല്ലാം കൂടെ നമ്മളുടെ ഫേസിൻ്റെ ഏജിനെ 4 മടങ്ങായിട്ട് കാണിക്കും. ഫേസിനെ ഒന്ന് പ്ലസൻ്റ് ആയിട്ട് പ്രസൻറ്റബിൾ ആയിട്ട് കാണിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് ഓയിൽ മസാജ് എന്ന് പറഞ്ഞാൽ. ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്യും, സ്കിന്നിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടും, സ്കിന്നിന് നമുക്ക് നല്ലൊരു ഇലാസ്റ്റിസിറ്റി കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഓയിലിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇവിടെയുള്ള ആ ഒരു ഏരിയയിലാണ് നമ്മൾ ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് ഓയിൽ മസാജ് ചെയ്യുന്നതെന്നും എന്താണ് അതിൻ്റെ യൂസ് എന്നും എന്താണ് അതിൻ്റെ ബെനിഫിറ്റ്സ് എന്നും ഒക്കെ നമുക്ക് സംസാരിക്കാം. ഫസ്റ്റ് നമുക്ക് എങ്ങനെയാണ് ഓയിൽ മസാജ് ഫേസിൽ ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. മസാജ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് റിലാക്സ് ചെയ്യുക. ഓൾ ഓഫ് എ സഡൻ വർക്കൊക്കെ ചെയ്തിട്ട് ഓടി വന്ന് മസാജ് ചെയ്യുന്നതിനേക്കാളും കണ്ണൊക്കെ പൊത്തി ഒന്ന് മുഖമൊക്കെ ഒന്ന് പൊത്തി ഒന്ന് റിലാക്സ് ചെയ്ത് ശ്വാസമൊക്കെ ഒന്ന് എടുത്തു വിടുന്നത് നല്ലതാണ്. എന്നിട്ട് നമുക്ക് പതുക്കെ മസാജ് ചെയ്യാൻ തുടങ്ങാം. വളരെ ജെന്റിലായിട്ട് വേണം നമ്മൾ ഫേസിൽ ഓയിൽ മസാജ് ചെയ്യാനായിട്ട്. ആ ജെന്റിൽ മൂവ്മെന്റ് നമ്മളുടെ ഫേസിലുള്ള ബ്ലഡ് സർക്കുലേഷനെ ഇൻക്രീസ് ചെയ്യുകയും ഓക്സിജന്റെ അളവിനെ കൂട്ടുകയും ന്യൂട്രീഷൻ നമ്മുടെ സ്കിന്നിന്റെ സെല്ലിലേക്ക് കൂടുതൽ കിട്ടാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നതാണ്. നമ്മളുടെ കൊളാജിനെ ബൂസ്റ്റ് ചെയ്യുകയും ഇലാസ്റ്റിസിറ്റി ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്നതാണ്. നമ്മൾ ഇന്ന് ഈ ഒരു എക്യുപ്മെന്റ് വെച്ചാണ് ചെയ്യുന്നത്. ഓയിൽ മസാജ് ചെയ്യാൻ തുടങ്ങേണ്ടത് നമ്മളുടെ കഴുത്തിന് താഴെയുള്ള ഈ ചെസ്റ്റിന്റെ പോർഷനിൽ നിന്ന് വേണം. അവിടെ കുറച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ട് ആന്റി ഏജിങ് ഓയിൽ തേച്ച് കൊടുത്തിട്ട് അപ്പിലേക്കും ഡൗണിലേക്കും ഒരേപോലെ തന്നെ അധികം പ്രഷർ ഒന്നുമില്ലാതെ ഒരു 5 പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ തന്നെ മസാജ് ചെയ്യുക. റിലാക്സ് ആയിട്ട് മസാജ് ചെയ്യുക. കഴുത്തിന് താഴെയുള്ള ഈ ഒരു ചെസ്റ്റിന് മേലുള്ള ഈ ഒരു പോർഷൻ നമ്മൾ എണ്ണയൊക്കെ തേച്ച് മസാജ് ചെയ്ത് റിലാക്സ് ആക്കിയിട്ട് വേണം നമ്മൾ ഫേസ് മസാജ് ചെയ്യാനായിട്ട്. മുഖത്തിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ എല്ലാം നമ്മളുടെ ഈ ഒരു ഭാഗത്തിൽ നിന്നാണ് ഫേസിലേക്ക് വരിക. ഈ ഒരു ഭാഗം മസാജ് ചെയ്യുന്നത് കൊണ്ട് നമ്മളുടെ മുഖത്തിൽ ഉണ്ടാകുന്ന ചുളിവുകൾ മൊത്തം നമുക്ക് മാറ്റാനും ചുളിവുകൾ വരാതെ സഹായിക്കാൻ നമ്മളെ സഹായിക്കുന്നതുമാണ്. അതേപോലെ കഴുത്തിന്റെ ഈ സൈഡ് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് മസാജ് ചെയ്യുക. ഒട്ടും തന്നെ പ്രഷർ കൊടുക്കാൻ പാടില്ല. മസാജ് ചെയ്യുമ്പോൾ എണ്ണ ഇട്ടിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ ചിലപ്പോൾ സ്കിൻ വലിഞ്ഞ് സ്ട്രെച്ച് മാർക്ക് വരാനും കൂടുതൽ റിങ്കിൾസ് വരാനും സാധ്യതയുണ്ടാവും. അതുകൊണ്ട് ഓയിൽ ഉണ്ട് മസാജ് ചെയ്യുമ്പോൾ സ്കിന്നിൽ എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത്ര അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതേപോലെ തന്നെ കഴുത്ത് മേലിലോട്ടും
താഴോട്ടും അധികം പ്രഷർ ഇല്ലാതെ വളരെ ജെന്റിലായിട്ട് വേണം ചെയ്യാൻ. കഴുത്ത് ഇങ്ങനെ മസാജ് ചെയ്യുന്നത് കൊണ്ട് കഴുത്തിലുണ്ടാവുന്ന ചുളിവുകളും കറുത്ത വരകളും ഒക്കെ മാറുന്നതാണ്. കഴുത്തിന്റെ ബാക്ക് സൈഡ് മസാജ് ചെയ്യുന്നത് മുഖത്തിലെ ചുളിവുകൾ 90% കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾക്ക് ജോ ലൈൻസിന് വേണ്ടിയുള്ള മസാജാണ്. അതായത് നമുക്ക് ഡബിൾ ചിൻ ഉണ്ടെങ്കിൽ, ഫേസിൽ അധികമായിട്ട് ഫാറ്റിന്റെ ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫേസിന് സ്വെല്ലിംഗ് ഉണ്ടെങ്കിൽ ഒക്കെ നമ്മളുടെ ജോ ലൈൻ ഒന്ന് തെളിഞ്ഞ് കാണുവാണെന്നുണ്ടെങ്കിൽ മുഖത്തിന് നല്ലൊരു ഷേപ്പ് കിട്ടുകയും മുഖത്തിൽ ഇവിടെയൊക്കെ ഉണ്ടാകുന്ന ചുളിവുകൾ ഇല്ലാതാവുകയും ചെയ്യുന്നതാണ്. ഇവിടെ മസാജ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ കവിളിൽ ഉണ്ടാകുന്ന ചുളിവുകളൊക്കെ മാറാനും റഫ്നെസ് മാറാനും അതായത് ഡ്രൈനെസ് മാറാനും ഒക്കെ സഹായിക്കുന്നതാണ്. 5 പ്രാവശ്യം നിങ്ങൾക്ക് കൗണ്ട് വയ്ക്കാം. വൺ സൈഡ് 5 ടൈംസ്, ഇപ്പത്തെ സൈഡ് 5 ടൈംസ്. രണ്ട് സൈഡും ഒരേപോലെ ഒരേ കൗണ്ടിൽ ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങൾക്കിത് ഈ ഒരു എക്യുപ്മെന്റ് വെച്ചും ചെയ്യാം, ഇല്ലെങ്കിൽ കൈയുടെ ഫിംഗർ ടിപ്സ് വെച്ചും ചെയ്യാം. പിന്നെ നമ്മൾ അപ്പർ ചീക്സിലേക്ക് വരികയാണ്. അപ്പർ ചീക്സിൽ കുറച്ച് ഓയിൽ ഇട്ട് കൊടുത്തും ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒരു സർക്കുലർ മോഷനിൽ വേണം നമ്മൾ മസാജ് ചെയ്യാനായിട്ട്. അപ്പോഴാണ് അവിടുത്തെ മസിൽസിന് സ്ട്രെങ്ത് കൊടുക്കാൻ പറ്റുക. ഇപ്പുറത്ത് നമ്മൾ റൈറ്റ് സൈഡിൽ എന്ത് ചെയ്തോ അത് തന്നെ ലെഫ്റ്റ് സൈഡിലും ചെയ്യണം. വളരെ മൈൽഡ് ആയിട്ട് തന്നെ വേണം നിങ്ങൾ എണ്ണ തേച്ച് കൊടുക്കാനും ഇത് വെച്ച് മസാജ് ചെയ്യാനും. ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് റോൾ ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ്. വളരെ സ്മൂത്ത് ആണ്. നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു കൂളിംഗ് ഫീൽ ചെയ്യും. പക്ഷെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും അത് ആ കൂളിംഗ് പോകും. പക്ഷെ ഇതിന് നാച്ചുറൽ ആയിട്ടും ഒരു കൂളിംഗ് ഉണ്ട്. ഇതുപോലെ ഒരു സർക്കുലർ മോഷനിൽ നിങ്ങൾ മസാജ് ചെയ്യുമ്പോൾ ചീക്സ് നല്ല റെഡായി കിട്ടുകയും ചീക്സിൽ ഒരിക്കലും ചുളിവുകൾ വീഴാതിരിക്കുകയും ചെയ്യും. എത്ര തന്നെ ഏജ് ആയാലും ചുളിവുകളൊക്കെ മാറ്റാനായിട്ട് നിങ്ങൾക്ക് സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണ് ഈ എന്താ പറയാ ആന്റി ഏജിങ് ഓയിൽ മസാജ്. കഴുത്തും കണ്ണും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ചുളിവ് വീഴുന്ന ഒരു ഭാഗമാണ് നെറ്റി. നെറ്റി, കണ്ണ്, ഐബ്രോസ്, കണ്ണിന്റെ താഴെയൊക്കെ ഒരേ സമയത്ത് നമുക്ക് അപ്ലൈ ചെയ്ത് വെക്കാം ഓയില്. അത് കഴിഞ്ഞ് നമുക്ക് സ്ലോലി മസാജിങ് ആരംഭിക്കാം. എണ്ണ തേക്കുമ്പോഴും വളരെ സൂക്ഷിക്കുക, ഒരുപാട് പ്രസ് ചെയ്യാൻ പാടില്ല. ഇത് സ്മൈൽ ലൈൻസിന് വേണ്ടിയുള്ള മസാജിങ് ആണ്. ചുണ്ടിങ്ങനെ ഒരു സൈഡിലേക്ക് വലിച്ചു പിടിച്ചിട്ട് ഈ ഒരു എക്യുപ്മെന്റ് വെച്ച് നിങ്ങൾക്ക് മേളിലേക്ക് മസാജ് ചെയ്ത് കൊടുത്ത് മേളിലൊന്ന് റിഗിൾ ചെയ്ത് കൊടുക്കണം, ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. അത് നമ്മളുടെ മസിൽസിനെ റിലാക്സ് ചെയ്യുകയും ടെൻഷൻ നോട്ടിനെ റിലാക്സ് ചെയ്യുകയും നമ്മൾക്ക് റിങ്കിൾസ് വരാതെ ഫൈൻ ലൈൻസ് വരാതെ നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൊടുത്ത് നമ്മുടെ ഫേസിനെയും സ്കിന്നിനെയും ബ്രൈറ്റ് ആക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മസാജിങ് ആണിത്. ഇങ്ങനെ മേളിലോട്ട് ചുണ്ടൊരു സൈഡിലോട്ട് വലിച്ചു പിടിച്ച് മേളിലോട്ട് കൊണ്ടുപോയിട്ട് അവിടെ ഒന്ന് റിഗിൾ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. രണ്ട് സൈഡിലും നിങ്ങൾക്ക് 5-5 കൗണ്ട് ചെയ്യാം. ഞാൻ 5-5 കൗണ്ട് ആണ് ചെയ്യുന്നത്. ഒരു സൈഡിൽ 5, അപ്പുറത്തെ സൈഡിൽ 5. ആ ഒരു കൗണ്ടിലാണ് ഞാൻ മസാജ് ചെയ്യുക. അതിൽ കൂടുതൽ ചെയ്യാറില്ല. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുമ്പോൾ ഇത് കുറച്ച് നീളത്തിൽ തോന്നും. പക്ഷെ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് 10 മിനിറ്റ് മാത്രമേ ഇതിനെടുക്കാറുള്ളൂ. നിങ്ങൾക്കൊരു 10 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി ചിലവാക്കാം. അടുത്തത് നമ്മൾ നോസ് ഒന്നും അടച്ചു പിടിച്ചിട്ട് അപ്പർ ചീക്സും നോസിന്റെ സൈഡും കൂടെ ചേർത്ത് ഇതേപോലെ തന്നെ മേളിലോട്ട് 5 പ്രാവശ്യം മസാജ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് അണ്ടർ ഐ മസാജ് ആണ്. നിറയെ പേർക്കുമുള്ള ഒരു പ്രശ്നമാണ് അണ്ടർ ഐ സാഗിങ്ങും പഫിനെസ്സും മസിൽസും ഒക്കെ. ഇതുപോലെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വളരെ ജെന്റിലായിട്ട് ഒരു W ഷേപ്പിലാണ് നമ്മളിവിടെ മസാജ് ചെയ്യുക. കണ്ണിന്റെ അവിടുന്ന് നേരെ കണ്ണിന്റെ വാലിന്റെ അറ്റം വരെ വന്നിട്ട് മേളിലേക്ക് കൊണ്ട് അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, റിഗിൾ ചെയ്ത് കൊടുക്കണം. അതായത് ഒന്ന് ജസ്റ്റ് ഒന്ന് അതിനെന്താ പറയാ ചുറ്റിച്ചു കൊടുക്കണം. ഓക്കെ, അങ്ങനെയാണ് ചെയ്യുക. അതും 5 കൗണ്ട് തന്നെ ചെയ്യണം. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ എന്ത് ചെയ്തോ അത് തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിലും ചെയ്യുകയാണ്. നെക്സ്റ്റ് നമുക്ക് കണ്ണിന്റെ മുകളിൽ നിറയെ പേർക്കും ഇങ്ങനെ പഫി ഐസും അല്ലെങ്കിൽ അവിടെ കറുത്ത് വരിക, അവിടത്തിന് കൂടുതൽ ഏജ് തോന്നുക ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയുള്ള എക്സസൈസ് ആണ്. അവിടെ കുറച്ച് ആന്റി ഏജിങ് ഓയിൽ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു
ഷേപ്പിൽ, ഹാഫ് സർക്കിൾ ഷേപ്പിൽ കണ്ണിന് മുകളിൽ മസാജ് ചെയ്യുക. അത് അവിടുന്ന് മേലിലേക്ക് തലയിലേക്ക് കൊണ്ടുപോയി അവിടെ ഒന്ന് റിഗിൾ ചെയ്ത് കൊടുക്കണം, ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. ഇത് നമ്മുടെ ഐബ്രോയ്ക്കും കണ്ണിനും തമ്മിലുള്ള ഇടയ്ക്കുള്ള ആ ഒരു മസിൽസ് സ്ട്രോങ് ആകാനും നെറ്റി താഴോട്ട് തൂങ്ങാതിരിക്കാനും നെറ്റിയുടെ സൈഡിൽ വരകൾ വീഴാതിരിക്കാനുമുള്ള ഒരു മസാജിങ് ആണ്. ഇതും വളരെ ജെന്റിലായിട്ട് ചെയ്യണം. ഒരിക്കലും കണ്ണിന്റെ അവിടെ, എക്സ്പെഷ്യലി കണ്ണിന്റെ അവിടെ വളരെ മൈൽഡായിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. ഇത് നമ്മൾക്ക് നോസിന്റെ അവിടെയും കണ്ണിന്റെ അവിടെയും ഐബ്രോയിന്റെ അവിടെയും നെറ്റിയുടെ അവിടെയും കൂടെ ഒരു റിലാക്സേഷന് വേണ്ടിയുള്ള മസാജിങ് ആണ്. ഇത് നമ്മളുടെ ഫേസിലേക്ക് ബ്ലഡ് സർക്കുലേഷനെ കൂട്ടുകയും നമ്മുടെ ടെൻഷൻ നോട്ടിനെ കുറയ്ക്കുകയും ഓക്സിജൻ സപ്ലൈ നമ്മുടെ മുഖത്തോട്ട് കൂടുതൽ ഉണ്ടാകുകയും നമ്മളുടെ മുഖത്തോട്ട് വൈറ്റമിൻസും മിനറൽസും ഒക്കെ കൂടുതൽ ശരീരത്തിൽ നിന്ന് പമ്പ് ചെയ്ത് ഫേസിനെ കൂടുതൽ ഗ്ലോ ആക്കുകയും ചെയ്യുന്ന ഒരു മസാജിങ് ആണ്. ഇതാണ് നമ്മൾ കഴുത്തിന്റെ ബാക്കിൽ ചെയ്യുന്ന മസാജിങ്. ഇത് മസ്റ്റായിട്ടും ചെയ്തിരിക്കണം. ഈ ഒരു മസാജിങ് ചെയ്യുന്നത് കൊണ്ട് നമ്മളുടെ ഫേസിൽ ഒരിക്കലും ചുളിവുകൾ വീഴുകയില്ല. അപ്പോൾ വീഡിയോ കണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലാത്ത പക്ഷം 1 or 2 പ്രാവശ്യം റീവൈൻഡ് ചെയ്ത് ഒന്നും കൂടെ കണ്ടിട്ട് അതിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് എങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നതെന്ന് കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. ഒരിക്കലും ഓവർ പ്രഷറിൽ നമ്മുടെ സ്കിന്നിനെ വലിച്ചിട്ട് വിടുമ്പോൾ, ഒരു റബ്ബർ ബാൻഡിനെ വലിച്ചിട്ട് വിടുമ്പോൾ, അല്ലെ ഒരു ബലൂണിനെ കാറ്റൂതിയിട്ട് വിടുമ്പോൾ അതിങ്ങനെ വലിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചുരുങ്ങും അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കിന്നും. നമ്മൾ ഓവറായിട്ട് വലിച്ചു വെച്ചൊക്കെ മസാജ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ വലിഞ്ഞിട്ട് തിരിച്ച് പൊസിഷനിലേക്ക് വരുമ്പോൾ ഷ്രിങ്ക് ആകും. അപ്പോൾ സ്കിന്ന് ഷ്രിങ്ക് ആകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് നമുക്ക് പ്രഗ്നൻസി ടൈമിലൊക്കെ നമ്മുടെ വയറിൽ സ്ട്രെച്ച് മാർക്കൊക്കെ വരുന്നത്. കുട്ടി വലുതാകുമ്പോൾ നമ്മുടെ വയറ് വലുതാകുമ്പോൾ സ്കിന്നിൽ എൻലാർജ് ആയിട്ട് തിരിച്ച് പഴയ പൊസിഷനിലോട്ട് വരുമ്പോഴാണ് ചെറിയ ചെറിയ പാടുകളൊക്കെ നമുക്ക് വരിക. അത് ഹാപ്പിനെസ്സിൻ്റെ ഒരു പാടുകൂടാണ് അല്ലേ? പക്ഷേ മുഖത്ത് നമുക്ക് അത്ര ഹാപ്പി ഒന്നും ഉണ്ടായിരിക്കത്തില്ല പാട് വന്നു കഴിഞ്ഞാൽ. സോ നമ്മൾ ഒരിക്കലും വലിച്ച് നമ്മൾ ഓവർ എക്സൈറ്റ്മെൻറ്റിൽ എന്താ പറയണ്ടേ, എക്സൈറ്റ്മെൻറ്റ് തന്നെ, അതാണ് ഒരു ബ്യൂട്ടിഫുൾ വേർഡ്. അതിന് അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ കുറച്ചൊന്ന് മനസ്സിലാക്കുക എങ്ങനെയാണ് സ്കിൻ കെയർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ആൻറ്റി ഏജിങ്ങിൽ ഓയിൽ മസാജ് മുഖത്തിന് മാത്രമല്ല, ശരീരത്തിനും കഴുത്ത് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. ഓക്കെ, നെക്കാണ് നമ്മുടെ ഏജിനെ ഏറ്റവും കൂടുതൽ കാണിച്ചു കൊടുക്കുന്നത്. നെക്കും കണ്ണിന് ചുറ്റുമുള്ള സ്കിൻ വളരെ നല്ലതാണെന്നുണ്ടെങ്കിൽ, വളരെ ബ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഏജ് പകുതി പോലും നമുക്കറിയില്ല അല്ലേ? അതുപോലെ തന്നെയാണ് കഴുത്തും ഒരുപാട് പിടിച്ച് മസാജ് ചെയ്യരുത്. കഴുത്താണ് വളരെ ജെന്റിലായിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. നന്നായിട്ട് കോൺസെൻട്രേഷനാണ് ഇതിന് ഏറ്റവും പ്രധാനം. ഓക്കെ, ഏറ്റവും മുഖ്യമായിട്ടുള്ളത് കോൺസെൻട്രേഷനാണ്. കോൺസെൻട്രേഷൻ ചെയ്ത് നമ്മളുടെ ഫിംഗർ ടിപ്പ് കൊണ്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഫിംഗർ ടിപ്പ് കൊണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓവർ പ്രഷർ ആകുന്നുണ്ടെങ്കിൽ ഒരു എക്യുപ്മെൻറ്റ് വളരെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ആ എക്യുപ്മെൻറ്റിനും അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്താൽ കുറച്ചും കൂടെ നല്ലതാണ്. നമ്മളുടെ മസാജിങ് ഓയിൽ നമ്മളുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് ചൂടാക്കിയാൽ വളരെ നല്ലതാണ്. ചൂട് ഇഷ്ടമാണെങ്കിൽ അങ്ങനെയുണ്ട് കേട്ടോ. ചൂട് വേണം എന്ന് നിർബന്ധമില്ല. ചൂടില്ലാതെയും നോർമലായിട്ട് നമുക്ക് ഉപയോഗിക്കുക ചെയ്താൽ മതി. നിങ്ങൾ ഓയിൽ മസാജ് കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി നിങ്ങളുടെ ഫേസിൽ ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ യുവത്വം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഓയിൽ മസാജ് ചെയ്യുക എന്ന് പറയുമ്പോൾ 2 സ്പൂണും 3 സ്പൂണും ഒന്നും വാരി മുഖത്തൊഴിക്കേണ്ട കാര്യമില്ല. 5 ഡ്രോപ്പ് തന്നെ മതിയാവും.
ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ഓരോ പൊസിഷൻ കാണിക്കാൻ വേണ്ടി ഓരോ സ്ഥലത്തും 3 ഡ്രോപ്പ് ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് അതൊക്കെ വളരെ കുറച്ച് ടോട്ടലി ഒരു 5-6 ഡ്രോപ്സിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഫേസ് ഓയിൽ മസാജ്, ഓക്കെ, ഫേസ് മസാജ് ആൻറ്റി ഏജിങ് ഒരു ശീലമാക്കൂ. നിങ്ങൾക്ക് നിങ്ങളുടെ യൗവനം തിരിച്ചു പിടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ എന്നും കാണും എന്നുള്ള വിശ്വാസത്തോടെ മറ്റൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടന്റുമായി കാണണം വരെ ടേക്ക് കെയർ.